ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. മാസപ്പടി കേസിലെ നടപടികൾ പുനരാരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് SFIO കുറ്റപത്രത്തിന്റെ പകർപ്പിനായി അപേക്ഷ സമർപ്പിച്ചു. കുറ്റപത്രം വിശദമായി പഠിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയെ ചോദ്യം ചെയ്യുന്നതിലടക്കം തീരുമാനമെടുക്കും. നിതിൻ സേവ്യറുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, SFIO ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ EDയും വളരെ പെട്ടെന്ന് നടപടികൾ വേഗത്തിലാക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്താണ് EDയുടെ ലക്ഷ്യം? എന്തൊക്കെയായിരിക്കും EDയുടെ അന്വേഷണ പരിധിയിൽ വരിക? ജീന, മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയെ ഉൾപ്പെടെ പ്രതികളാക്കിയാണ് SFIO കുറ്റപത്രം സമർപ്പിച്ചത്. ഈ കുറ്റപത്രം വിചാരണ കോടതിക്ക് കൈമാറിയതിന് തൊട്ടു പിന്നാലെയാണ് വളരെ വേഗത്തിൽ ED കൂടി ഈ കേസിലേക്ക് കടന്നു വരുന്നത്. ഈ കേസിൽ നടപടികൾ പുനരാരംഭിക്കാൻ EDയുടെ ഡൽഹിയിലെ ഉന്നത വൃത്തങ്ങളിൽ നിന്നും കൊച്ചി യൂണിറ്റിന് കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. നേരത്തെ ഈ 2.7 കോടി രൂപ അത് അനധികൃതമായി അല്ലെങ്കിൽ സേവനം നൽകാതെ കൈപ്പറ്റിയത് കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരും, PMLA നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് EDയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ അതിവേഗത്തിൽ ചോദ്യം ചെയ്യുക എന്നതിലേക്ക് തന്നെയാകും ED പോകുക. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ED അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. ഈ കുറ്റപത്രം ലഭിച്ചു കഴിഞ്ഞാൽ വിശദമായി തന്നെ ഈ കുറ്റപത്രം പഠിക്കേണ്ടതുണ്ട്. ഈ കുറ്റപത്രം പഠിച്ചു കഴിഞ്ഞാവും ED അടുത്ത നടപടികളിലേക്ക് എടുക്കുക. ഏതായാലും നേരത്തെ ഈ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഈ CMRനെതിരെ ഇത്തരത്തിൽ ECIR രജിസ്റ്റർ ചെയ്ത് ED അന്വേഷണം ആരംഭിച്ചത്. അന്ന് തന്നെ ഈ CMRലെ ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ശശിധരൻ കർത്തെ അടക്കമുള്ളവരെ 16 മണിക്കൂറിലധികമാണ് അന്ന് ED ചോദ്യം ചെയ്തത്. ഏതായാലും ഇപ്പോൾ ഈ കേസിൽ നടപടികൾ പുനരാരംഭിക്കുന്നതോടെ ഈ SFIO കുറ്റപത്രം കൂടി പഠിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യും. അതിനുശേഷമാകും ഈ ടി വീണയെ അടക്കം പ്രതിയാക്കണമോ എന്ന കാര്യത്തിൽ ED തീരുമാനമെടുക്കുന്നത്. ഏതായാലും ഈ കുറ്റപത്രം ലഭിച്ചാൽ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കുറ്റപത്രം ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് ED കരുതുന്നത്. കുറ്റപത്രം ലഭിച്ചാൽ ഉടൻ തന്നെ അത് വിശദമായി പഠിച്ച് അടുത്ത നടപടികളിലേക്ക്, വീണയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോകാനാണ് നിലവിൽ EDയുടെ തീരുമാനം. ജീന, അതായത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയും നേതാക്കളും ഒക്കെ ഒറ്റക്കെട്ടായി വീണയെയും അതുപോലെ ഈ വിഷയത്തിൽ വീണയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ SFIOയ്ക്ക് പുറമെ EDയും നീക്കങ്ങൾ ശക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു നീക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അങ്ങനെയാണെങ്കിൽ അവർ ചോദ്യം ചെയ്യലിനടക്കം ഹാജരാകാനുള്ള ഒരു സാധ്യത ഒക്കെ അവിടെ ഉണ്ടല്ലേ? നിതിൻ ദയവായി തുടരുക. ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, താങ്കളുടെ ശ്രദ്ധയിൽ ഈ വാർത്ത പെട്ടുകാണുമല്ലോ. SFIയുടെ കുറ്റപത്രത്തിന് പിന്നാലെ ഇപ്പോൾ നടപടി പുനരാരംഭിച്ചിരിക്കുകയാണ് ED. കുറ്റപത്രത്തിന്റെ വിശദാംശത്തിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ പകർപ്പിനായി. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? ED ഈ വിഷയത്തിൽ അതിവേഗമെടുക്കുന്ന നിലപാടിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അത് അതിന്റെ ഒരു സ്വാഭാവിക പ്രക്രിയ എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഇപ്പോൾ SFIയുടെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയ ആ ഫൈൻഡിങ്സിന്റെ ബേസിൽ സ്വാഭാവികമായിട്ടും PMLA ആക്ടിന്റെ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ED കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടി വരും. സ്വാഭാവികമായി അതിന്റെ തുടക്കം എന്ന നിലയിലാണ് ഈ കുറ്റപത്രത്തിന് ഉൾപ്പെടെ SFIയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതെല്ലാം, മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞതൊന്നും പൊതുസമൂഹത്തിന് ദഹിക്കുന്നതല്ല, നമുക്കാർക്കും അത്ര പെട്ടെന്നും ബോധ്യപ്പെടുന്നതുമല്ല. കൃത്യത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയും കുടുംബവുമാണ്, മുഖ്യമന്ത്രിയുടെ മകളാണ്. ഇവരാരും ഇന്നലെ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എനിക്കിതിൽ പങ്കില്ല, എന്റെ മകളുടെ പങ്കില്ല, എന്റെ മകൾ ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ കേസിൽപ്പെട്ടിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് 2,70,00,000 രൂപ ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിരിക്കുമ്പോൾ സ്വന്തം അക്കൗണ്ടിലേക്ക് ഇത്തരത്തിലുള്ള ഷെയ്ഡി ക്യാരക്ടറുള്ള ഒരു കമ്പനിയിൽ നിന്ന് അയച്ചു കിട്ടുന്നത് എന്ന കാര്യം മുഖ്യമന്ത്രി മറന്നുപോയി. അപ്പോ അങ്ങനെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒരു ജോലിയും ചെയ്യാതെ, ഒരു പ്രവൃത്തിയും ചെയ്യാതെ കിട്ടുമ്പോൾ അതിന്റെ എന്തിനും ലഭിച്ചു എന്ന ചോദ്യം പൊതുസമൂഹം ഉന്നയിക്കുക സ്വാഭാവികമാണ്. അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് ഇല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ മകൾക്കുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ നോക്കുകൂലി കിട്ടിയിട്ടുള്ളത്. മറ്റൊരാൾക്കും കിട്ടാത്ത ഒരു ഔദാര്യം ഇത്തരത്തിൽ നിന്ന് കമ്പനിയിൽ നിന്ന് ലഭിക്കുമ്പോൾ അത് എന്തിന്റെ പേരിലാണ് എന്ന് പറയാനുള്ള ആർജവം കൂടി മുഖ്യമന്ത്രിക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ കൊമ്പനാണ്, എനിക്ക് ഇതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടതില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് തികച്ചും ധിക്കാരപരവും ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞതാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല.
ശരി, വളരെയധികം നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല വിഷയത്തിൽ പ്രതികരിച്ചത്. ഇതിന്റെ സ്വാഭാവിക നടപടി മാത്രമാണ് ഇഡിയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ജ്യോതികുമാർ ചാമക്കാല പറയുന്നത്. ഇപ്പോൾ